അപ്പൊ രാവിലെ എണീച്ച് നോക്കുമ്പോൾ പുറത്ത് ഞാൻ നോക്കും ഭയങ്കര മഴയാന്ന് കേട്ടോ. പുറത്ത് എണീച്ച് കാല് വെക്കാൻ പറ്റില്ല, ഞാൻ വഴുതി വീഴും. അങ്ങനെ വഴുതി വീണ വിഷമത്തിൽ ഞാൻ നേരെ പോയിട്ട് വേഗം കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ താഴോട്ടേക്ക് ഇറങ്ങി. അങ്ങനെ ആ വിഷമത്തിൽ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഉണ്ണി അങ്ങോട്ട് വന്നത്. അങ്ങനെ ഉണ്ണീനെ എടുത്ത് കുറച്ചേരം കളിപ്പിച്ച് വിഷമം മാറാൻ വേണ്ടിയിട്ട്. പുറത്താണ് ക്ലൈമറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ചു ഉണ്ണിക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാന്ന്. അങ്ങനെ ഉണ്ണിക്ക് ഡ്രസ്സ് മാറ്റി നേരെ ഉണ്ണീനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നേരെ റോട്ടുമ്പിലേക്ക് കൊണ്ടുപോയി. അവിടെ സ്ഥലമൊന്നും ഇല്ലാതുകൊണ്ട് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടുന്ന് വീഡിയോസും ഫോട്ടോസും എടുക്കാന്ന് വിചാരിച്ചേട്ടാ. ഉണ്ണിക്ക് ഒരു ഫ്രോക്ക് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, എന്ത് ഭംഗിയാണ്. അങ്ങനെ ഉണ്ണിക്ക് വീഡിയോസും ഫോട്ടോസും എടുത്ത് നമ്മൾ നേരെ അടുത്ത യാത്രയിലേക്കാണ്. അങ്ങനെ കാർ കയറി ഞാനൊരു ഭാഗം സൈഡായിട്ട് കിടന്നു കേട്ടോ. എനിക്കാണ് കാർ കയറി അപ്പം ഛർദ്ദിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഒന്നും ആലോചിക്കാതെ കണ്ണും പൂട്ടി വെറുതെ അങ്ങ് കിടക്കും. അങ്ങനെ വണ്ടി സ്റ്റാർട്ടായ മുതൽ അങ്ങോട്ടുള്ള എല്ലാ വീഡിയോയും ഓപ്സാന്ന് കേട്ടോ എടുത്തത്. ഞാനല്ല, എനിക്ക് ഫോൺ നോക്കാൻ പറ്റില്ല. ഫോൺ നോക്കിയാൽ എനിക്ക് ഛർദ്ദിക്കാൻ മുട്ടും. അതുകൊണ്ട് ഞാൻ ഫോൺ പോലും തൊട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ ആദ്യം പോയത് എങ്ങോട്ടാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് ഇടുക്കിയിലെ സ്ഥലങ്ങളെ പേര് അറിയാതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. ഏതോ മുന്തിരി തോട്ടത്തിൽ പോയെന്ന് മാത്രം എനിക്കറിയാം. ഇത് കണ്ടില്ല, എന്ത് ഭംഗിയല്ല മുന്തിരി കാണാൻ. ഞങ്ങൾ മുന്തിരി തോട്ടത്തിൽ കയറിയത് മാത്രമേ ഉള്ളൂ, ഒന്നും പറിച്ചിട്ടില്ല കേട്ടോ. ഒരു മുന്തിരി പറിച്ച് 500 രൂപ ഫൈന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഒരു മുന്തിരി പോലും തൊട്ടിട്ടില്ല. അങ്ങനെ മുന്തിരി പറിക്കാൻ പറ്റാത്ത വിഷമത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ.